ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടൊന്ന് വാൾ പെയിൻറ്റിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വരയ്ക്കുന്നല്ലാണ്ട് ഡ്രോയിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനെ പറ്റിയോ വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവസാനം നിങ്ങൾ പറയണം കേട്ടോ അതെങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്നൊരു പടം സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മോനും മോൾക്കും ആനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ തരത്തിലുള്ളൊരു പിക്ചർ സെർച്ച് ചെയ്തെടുത്തതാണ്. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മൾ ഈ വരച്ചതിൽ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഞാൻ ആദ്യം പെൻസിൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചു. അതിനുശേഷം നമ്മൾ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നതും പെയിൻറ് ചെയ്തിരിക്കുന്നതും. നമ്മൾ ഈ പെയിൻറ് യൂസ് ചെയ്തിട്ടാണോ വരയ്ക്കേണ്ടത്, ഇത് വരച്ചാൽ തന്നെ എത്ര നാളിത് നിലനിൽക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ബെഡ്റൂമിൽ താഴെയായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഞങ്ങൾ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് വരച്ച് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് കുറച്ച് മുകളിൽ കയറ്റി വരയ്ക്കായിരുന്നു എന്ന്. കാരണം ഇപ്പം തന്നെ അവർ വന്ന് ഇങ്ങനെ പിടിച്ച് കളിച്ചു തുടങ്ങി ഇഷ്ടം കൊണ്ട്. അപ്പം നനഞ്ഞ കൈ കൊണ്ടൊക്കെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോവും, അത് നാശമായി പോവും. അപ്പം നിങ്ങൾ ആരെങ്കിലും വരയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കയറ്റി കുട്ടികൾക്ക് എത്താത്ത സ്ഥലത്ത് വരയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ കാലം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ആ ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരച്ചിരിക്കുന്നതൊന്നും നമ്മളിപ്പോൾ കൊടയുടെ ഉള്ളിൽ വരച്ചിരിക്കുന്നതും അതേപോലെ തന്നെ മേഘത്തിൻ്റെ ഉള്ളിൽ കണ്ണൊക്കെ വരച്ചിരിക്കുന്നതൊന്നും നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല. അത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് വരയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് സ്പ്രെഡായി പോവും. അതുപോലെ തന്നെ മഴത്തുള്ളികൾ വരച്ചത് നമ്മൾ ആദ്യം കളർ ചെയ്തതിന് ശേഷം അതിനൊരു ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുറേ കൊച്ചു കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരുടെ പേരൊക്കെ ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഗായത്രി, ലക്ഷ്മി, ഇഷ, ആദിത്യ, ഷിജില, ദേവനന്ദ, നിവേദ്യ, ഫർസാന, നേഹ, അഷ്ന, മേഘ്ന, ഷിഫ, ഐഷ, നിയ ഫാത്തിമ, രാംദാസ് NK, അർച്ചന, സന, നന്ദ, സച്ചിൻമയി, ജസീല, സഫ്ന, ഷഫീഫ, ആര്യ പത്തനംതിട്ടയിൽ നിന്നാണ്, മീര, പിന്നെ ലക്ഷ്മി, ശ്രീലക്ഷ്മി, ഹുദ ഫാത്തിമ, നിത, ഹനാനൂറ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബോർഡറൊക്കെ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണങ്ങോട്ടോ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ആനയ്ക്ക് കളർ കൊടുക്കാൻ പോകുന്നത് ഒരു ഗ്രേ കളറാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് കളറിലേക്ക് കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ ആവശ്യത്തിന് ഇതേപോലെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കളർ കിട്ടിയപ്പോൾ ഞാൻ നിർത്തി. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആനയ്ക്ക് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പെയിൻറ് ചെയ്യുന്ന ചുമരിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു പീക്കോ കളറാണ്. നീലയല്ല, പച്ചയില്ലാത്തൊരു കളറ്. പക്ഷെ നിങ്ങൾക്ക് പല സ്ഥലത്തും വീഡിയോയിൽ പല സ്ഥലത്തും നീലയായിട്ട് കാണാം, പല സ്ഥലത്ത് പച്ചയായിട്ട് കാണാം. അത് ലൈറ്റിങ്ങിനെ കുറച്ച് പ്രോബ്ലം ആണ് കേട്ടോ.
വൈറ്റ് കളറുള്ള ചുമരിലൊക്കെയാണ് അടിക്കണമെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പം നമ്മളിതാ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് പെയിൻറ് ചെയ്യാം കേട്ടോ. നമ്മൾ ബോർഡർ വരച്ചു കൊടുത്തൊക്കെ അധികം ഇങ്ങോട്ട് ആവാണ്ട് പെയിൻറ് ചെയ്യാം. ഇപ്പം ഞാൻ പെയിൻറ് ചെയ്തപ്പോൾ ബോർഡറൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടിയും ബോർഡർ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ കുടയ്ക്ക് നമ്മളിതാ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ് ചെയ്തു. പക്ഷേ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണണമെന്ന് എനിക്കറിയില്ല. ബ്രഷിൻ്റെ പാടുകളൊക്കെ ശരിക്കും അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ബ്രഷ് വെച്ച് പെയിൻറ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ച് ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമ്മുടെ മേഘവും ഞാൻ അതേപോലെ തന്നെയാണ്. ജസ്റ്റ് ആദ്യം ബ്രഷ് കൊണ്ടൊന്ന് വരച്ചിട്ട് സ്പോഞ്ച് വെച്ചൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കറക്റ്റ് ആ ഒരു നല്ലൊരു ടെക്സ്ചർ എനിക്ക് കിട്ടി കേട്ടോ. ഇനി ഇതൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ പെൻസിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു. അതിന് ശേഷം നമ്മൾ പെയിൻറ് യൂസ് ചെയ്തിട്ട് വരച്ചു. നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് വരയ്ക്കേണ്ടത്. പിന്നെ നമ്മുടെ ആനയ്ക്ക് പെയിൻറ് ചെയ്ത് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ തുമ്പിക്കൈയിലും പിന്നെ ചെവിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്തത്. അപ്പോൾ ഓരോന്നും പെയിൻറ് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും പിന്നെ ബോർഡറൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മൊത്തം അങ്ങോട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതാണ് വലിയ കാര്യം. അവർക്ക് വേണ്ടി ചെയ്തതാണ്. അവർക്കാണെങ്കിൽ ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ അവരിപ്പോൾ എപ്പോഴും ഇവിടെ തന്നെയാണ് കളി. റൂമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കുക്കിംഗ് ചാനൽ ഇതുവരെ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.